എല്ലാം നിങ്ങളെ കൂടെ നിന്നിട്ട് ആ വിഷയം എന്താന്ന് വെച്ചാല് അല്ലേ? അപ്പൊ എന്താ പറയാ, ഞങ്ങൾ ഇന്നും ഇന്നലൊക്കെ ഭയങ്കര അതിന്റെ ഒരു ഇതിലാണ്, സന്തോഷത്തിലായിരുന്നു. അപ്പൊ എന്താ പറയാ, നമ്മളെ മുട്ട ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഓൻ ലഹരി പെട്ടിക്കണോ, നമ്മള് കൊണ്ടുവരണ, നമ്മള് പോണ, നമ്മള് ഓനെ വിളിക്കണമെന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. എന്താന്ന് വെച്ചാല് എന്താന്നറിയാ, ഓരോരോ നേരത്തെ നമ്മളെ മക്കൾക്ക് രീതിയിൽ തോന്നിയതല്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ വീട്ടിന്ന് എന്താണ് എന്തേപ്പോ ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ സംസാരിച്ച്, എന്തായാലും ഓന്റെ കൂട്ടുകാരുണ്ട് സൽമാന്, ഓനോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ പറയാ, അങ്ങനെ ഓന് പറഞ്ഞ് മനസ്സിലാക്കി എന്നോട് പറഞ്ഞ്, ഉമ്മ ഓനെ ഞാൻ നിങ്ങളടുക്ക് നേരാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരാം, 2 ദിവസം കൊണ്ട് നിങ്ങളെടുത്ത് ഞാൻ ഓനെ എത്തിച്ചേരും പറഞ്ഞ്. ശരിക്കും നേരാക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ തമ്മിലുള്ള ആ പ്രശ്നം ഒരു കുറുമ്പ് അല്ല, ഒന്നുമില്ല, കുറുമ്പ് വാശി. നമ്മളെ ഓൻ ചെറുതല്ലേ, 18 വയസ്സിലായിട്ടുള്ള ആ ഒരു പ്രായത്തിലുണ്ടാവണ ഒരു കുറുമ്പ് വാശി. അപ്പൊ അത് ഓന് പറഞ്ഞു കൊടുത്തടാ, അമ്മല്ലടാ ഇപ്പല്ലടാ. അപ്പൊ ഇത്രയും ദിവസം അതിന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് മണ്ടേ കയറിയിട്ടില്ല. അപ്പൊ പറഞ്ഞു കൊടുത്ത ഏതായാലും നമ്മൾ കണ്ടോടത്തോളം അറിഞ്ഞോടത്തോളം ആക്ക് ഒരു വേണ്ടാത്തീന ഒന്നുമില്ല. ഇപ്പൊ നമ്മളെന്ന് വെച്ചാല് നമുക്കിപ്പോ ചില ആളുകൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ചില മനുഷ്യന്മാര് നമ്മളെ മെന്റാലിറ്റി അനുസരിച്ച് അതൊക്കെ ചിലത് വിശ്വസിക്കും, ചിലപ്പോൾ നമ്മളും ചിന്തിച്ചു പോവും, നമ്മുടെ മക്കളോടുള്ള ഒരു ഇതിന്റെ പേര് അങ്ങനെ ഉണ്ടാ. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഫുള്ള് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് എല്ലാ ഭാഗവും വായിച്ച് പഠിച്ചിട്ടാണ്. അൽഹംദുലില്ലാ റാഹത്താണ്, നല്ല സന്തോഷമായിട്ട് നമ്മളെ കുട്ടിയോടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ പറഞ്ഞാലും മതിയാവില്ല. അള്ളാട് ആദ്യം അതിനെ പാട്ടി പറയാനുണ്ട്, നമ്മള് മാതാപിതാക്കളെ ദുആ ഒരിക്കലും അള്ള തട്ടിക്കളിയില്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊക്കെ ഉമ്മ ഇപ്പി ഉണ്ടാവും, ഒരുപാട് ഉമ്മാരിപ്പാരും തോർന്നിട്ടുണ്ട്, നമ്മളെ അയൽവാസികളായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ തോർന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ എങ്ങനെയെങ്കിലും അവനെ നമുക്ക് കൊണ്ടുവരാൻ വരും, തിരിച്ചു വരും. എന്താന്ന് വെച്ചാല് നമ്മളെ മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടില്ല. ഞാനായിക്കോട്ടെ ബാവായിക്കോട്ടെ മാതാപിതാക്കളായിട്ട് തെറ്റിപ്പോവുക, അവരെ ഒഴിവാക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ ഇമ്മാനെ ഇന്നും പൊന്നുപോലെ നോക്കുകയാണ്. എനിക്കും എൻ്റെ ഉമ്മാനെ വിളിക്കാതെ എൻ്റെ ഉമ്മാനെ പറ്റി ഒരാള് കുറ്റം പറഞ്ഞ എനിക്ക് പറ്റൂല. ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് എൻ്റെ ഉമ്മാനെ വേറൊരാൾ പറഞ്ഞ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ മനസ്സിൽ കൊണ്ടാക്കണം, എൻ്റെ ഉമ്മാനെ എൻ്റെ ഉപ്പാനെ എൻ്റെ ബാക്കിനെയും. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ തന്നെ, നമ്മളാരും ഉപദ്രവിക്കണില്ലേ, നമ്മളെന്ത് ചെയ്തോ അത് നമുക്ക് നാളെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞേക്കല. അപ്പൊ നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, എൻ്റെ കുട്ടി കൈക്കൊന്നും പോവില്ല. പിന്നെ ബാപ്പ ലഹരി അടിച്ച് നടക്കുന്ന ആളാണെച്ചെങ്കിൽ നമുക്ക് പറയാം, ബാപ്പ അങ്ങനെയല്ലേ ചെയ്യണത്, അപ്പൊ കുട്ടി അങ്ങനെ ആവുന്നു. ഇന്ന് വരെ ഉമ്മാനെ വിട്ട് പോയിട്ട് ഈ മോനെ. അപ്പൊ നമ്മക്ക് അങ്ങനെ വരൂലാന്ന് 100% ഉറപ്പുണ്ട്. ഓൻ തിരിച്ചു വരും, ഓൻ അത്രക്ക് വലിയ കടുംപിടുത്തം പിടിച്ച അങ്ങനെ പോവാൻ കഴിയൂല. എന്താ വെച്ചാല് ഓനൊന്നും അങ്ങനെ പുറം ലോകമൊന്നും വല്ലാതെ കണ്ടു കാണും, പുറത്തു പോയി ജീവിച്ചു കമ്പനി കൂടി അങ്ങനെ ഒന്നും പോയ ആളല്ല. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ ഭയങ്കര തിരുപ്പില് പെട്ടുകാണ്ട് അങ്ങനെയുണ്ട്. ഇതിപ്പോ ഒന്നുമില്ല. അപ്പൊ നമ്മള് ശരിക്കും മാതാപിതാക്കൾ ചില ഉപദേശങ്ങളൊക്കെ ചെയ്യൂലേ, അത് നമുക്കൊരു പ്രായത്തില് ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ പറയണത്, അത്രേ ഉള്ളൂ. വേറെ നമ്മളെ മക്കൾക്ക് വരുന്ന ഒരു കുറുമ്പും വാശിയും അത് വിട്ട് ഇന്നിപ്പോ വന്ന് അൽഹംദുലില്ലാ ഞങ്ങള് പ്രതീക്ഷിച്ചിലേറെ നല്ല സന്തോഷത്തിലാണ്, എന്നും ഇത് നിലനിൽക്കാനും നിങ്ങളെല്ലാരും പ്രാർത്ഥന വേണം. എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കണത്. പിന്നെ നമ്മൾ വീഡിയോയിൽ ഇത് പറഞ്ഞെന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മോനെ എന്ത് പറ്റി അതിന്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അതുകൊണ്ടാണ് ഇനിയിപ്പോ ഇത് ഇട്ടീനിപ്പോ ഒരുപാട് ആൾക്കാർ പറയും നിങ്ങൾ മോനെ പറ്റി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒന്നും ഞങ്ങൾ പറയണില്ല. ആ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇനി നമ്മൾ പറയാനില്ല, ഞങ്ങൾ മോനെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ മോനെ പറ്റി ഞങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ഇതിലും പറഞ്ഞ മോനൊരു കുഴപ്പമില്ല. അതെ, നമ്മള് എന്താ പറയാ, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഓരോരുത്തരും പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളിപ്പോ എല്ലാ വശവും നോക്കിയപ്പോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. കാരണം വാശി കുറുമ്പ് നമുക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണൊക്കെ വരൂലേ, ഇമ്മിപ്പ എന്തെങ്ങനെ അങ്ങനെയൊക്കെ, അത് ഏതൊരു കുഞ്ഞു മക്കൾക്കും തോന്നണതാണ്. ഇപ്പൊ പൊന്നു അടക്കം പറയും, നിങ്ങള് എന്തിപ്പോ പറഞ്ഞേ കുഞ്ഞാപ്പ
എന്താ പറയല്ലോ പൊന്നു നിങ്ങള് ശരിയല്ല, കുഞ്ഞാപ്പൊക്കെ അങ്ങനെ ചെയ്യണ്ടല്ലോ, കുഞ്ഞാമ്മ അങ്ങനെ ചെയ്യണ്ടല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്താല്. അങ്ങനെ കുഞ്ഞു കുട്ടികളെ മനസ്സിൽ തോന്നുന്ന ഒരു കുഞ്ഞിക്കുറുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ വരണേ ഞങ്ങളെ കൂടെ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് കളിച്ചെന്ന് ചിരിച്ചു അപ്പൊ കിടന്നുറങ്ങി. നല്ല അനുസരണം മുമ്പത്തെ ഒന്നും കൂടി നല്ല കുട്ടിയൊക്കെയാണ് തിരിച്ചു വന്നത്. നല്ല കുട്ടിയായിട്ട് എന്താണെന്ന് അറിയില്ല, ശരിക്കും ഞങ്ങൾ ഇത് സ്വപ്നമാണോന്ന് വരെ ചിന്തിച്ചു. അതെ, ഓരോ അവളെ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് തന്നെ പറയും, എന്നോട് അങ്ങനെ സംസാരിച്ച് സന്തോഷം. എനിക്ക് ഞാൻ ഇങ്ങനെ നുള്ളിടേ, എനിക്ക് പറയാനും പറ്റും, ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഞാനിതാ ഇനി കണ്ണീരൊഴുകി കണക്കുണ്ടാവൂല. ഒരു കഥയുടെ ജീവിതം ഈ വീട്ടിലിതാ നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ട് ചെയ്തുകൊണ്ട് നമ്മള് കോമഡി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മള് വീഡിയോയില് ഷോർട്സ് കാര്യങ്ങൾ. പക്ഷെ അത് നമ്മള് വേറൊരു മുഖം, അത് ശരിക്കും നമ്മളെ യഥാർത്ഥ മുഖമല്ല. നമ്മൾ ശരിക്കും നല്ലൊരു ജീവിതം ജീവിച്ചിരുന്നില്ല. പക്ഷെ അത് പടച്ചോൻ കണ്ടു. പടച്ചോൻ കണ്ടിട്ടുണ്ടാവും. നമ്മള് നീറിപ്പോകെ ഞാനൊക്കെ നിലവിളിച്ചു കൂട്ടിന് കണക്കുണ്ടായിരുന്നില്ല. കണ്ണിന്ന് കണ്ണീരിന്റെ വരാല്ലേന്ന് എത്രക്കും ഇടങ്ങേറിന്റെ ഒത്തായിരുന്നു. ഇപ്പൊ നമ്മളോട് വെച്ചാല് നമ്മുടെ കമന്റിലൂടെ ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, പലരും അവരുടെ അഭിപ്രായങ്ങളാണ് അടിച്ചു കൊണ്ടുവരിക, പിടിച്ചു കൊണ്ടുവരിക. അങ്ങനെയൊക്കെ അത് ശാശ്വതമല്ലല്ലോ. നമ്മുടെ ഇത് ഞങ്ങളുടെ ഉപ്പയാണ്, ഉമ്മയാണ്, മകനാണ്. എല്ലാവരും കോംപ്രമൈസിൽ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകണ്ടേ, അതല്ലേ നിലനിൽക്കുള്ളൂ. നമ്മൾ അടിച്ചു പിടിച്ചു വാങ്ങേണ്ട അല്ലല്ലോ സ്നേഹം. നമ്മളെ മക്കളത് മറക്കൂല, നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ മറ്റുള്ളവരെ മുന്നിൽ അടിച്ചാലും പാടില്ല. അപ്പൊ ഏതായാലും എന്താ പറയാ, പിന്നെ ഇപ്പോ വലിയ വിവരക്ക് കുറവുകാരനൊക്കെ എന്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിലൊക്കെ ഉണ്ടാവും. ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഞാൻ അപ്പോഴും അടിച്ചിട്ടുണ്ട്. ഞാൻ എന്തെയും കുത്തകളുണ്ട്, ഞാൻ വലിയ തല്ലോ, കുട്ടിമാണിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു അടിയിട്ടു. ഇന്നലെ ഞാൻ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ കിടക്കണം. അപ്പൊ കുട്ടിമോൻ എന്തോ എന്നെ കളിയൊക്കെ ഞാൻ ഒരറ്റ എന്നാണ് കൊടുത്തപ്പോ മുത്തു പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയതല്ലടാ അടിന്ന് പറഞ്ഞിട്ട് അതേ മൈക്ക്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ വിഷയം. കിട്ടി, പക്ഷെ ചോദിച്ചു വാങ്ങി പറഞ്ഞല്ലേ, ചോദിക്കേണ്ടി വന്നു. അപ്പൊ ഏതായാലും ഇല്ല, ഓന് ഇന്നലെ എന്റെ നല്ലൊരു അടി പിന്നെ എന്തോ ഒരു ഞാൻ വർത്താനം പറയുമ്പോ എന്തോ തട്ടുത്തരം പറഞ്ഞപ്പോ അല്ലാന്നാണ് കൊടുത്ത്. അപ്പൊ മുത്തു പറഞ്ഞു എടാ അച്ഛൻ ആ അടി ചോദിച്ചു വാങ്ങിയേ, എന്തായാലും ചോദിച്ചു വാങ്ങിക്കാണ്. അപ്പൊ അതേപോലെ നമ്മള് ശിക്ഷിക്കണം, നമ്മള് ശിക്ഷിക്കും. അത് മക്കളതൊന്നും നോക്കിട്ടോ സോപ്പിങ്ങോ അങ്ങനെ ഒന്നും അത് ശാശ്വതമല്ലല്ലോ. നമ്മളെ യഥാർത്ഥ മുഖമായിട്ട് പോകണം. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള്. ഞങ്ങള് നല്ല ഹാപ്പിയാണ്. ലോകം കീഴടക്കിയ മാതാപിതാക്കൾ ഞങ്ങളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോണേ. എന്തൊക്കെയാ പകല് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ദുനിയാ മൊത്തം എന്റെ കയ്യിലാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇന്നൊക്കെ ഇപ്പൊ പകല് ഒക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ ഓരോ വശം നമ്മളെ വീട്ടിലെ ഓരോ അത്യാവശ്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഇവിടെ ഒരു അരുവിലിരിക്കുക, എന്റെ കുട്ടികൾ ചെയ്യുക, അതൊന്നൊക്കെ നമ്മളൊരു അനുഭവങ്ങളാണ് പുതിയ. ഏതായാലും അൽഹംദുലില്ലാ വറാഹത്താണ്. അപ്പൊ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാന്ന് ഉദ്ദേശിച്ചു. കാരണം ഇതിലെല്ലാം നിങ്ങളെല്ലാരും മനസ്സിലും നമ്മളൊരുപാട് മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. മോൻ അങ്ങനെ ആയില്ലേ, മോൻ ഇങ്ങനെ ആയില്ലേ ഒരുപാട്. പക്ഷെ മോനൊന്നും ആയിട്ടില്ല, നല്ല കുട്ടിയാണ്. എല്ലാം ഒരു പുകമറ അത്ര ഉണ്ടായിട്ടുള്ളൂ, ഒന്നുമില്ല. അപ്പൊ അത് തിരുത്താനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മളെ കുട്ടികളെ ആ കണ്ണോട് കാണരുത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആ കൊണ്ടോണ്ട് കുട്ടീനെ കാണുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തിരുത്തേണ്ട നമ്മള് കടമയാണ്. എന്താ വെച്ചാൽ ഇതിലൊന്ന് വീട് ചെയ്തതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും മോൻ എന്താണ് ഈ കാരണം എന്താണ്. പക്ഷെ അത് തിരുത്താനും വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്തത്. അതിന്റെ കുട്ടിക്കും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. എന്റെ കുട്ടീനെ ആ കണ്ണോണ്ട് ഒരാൾ കാണാൻ പാടില്ല. അത് കാണാനൊന്നുമില്ലല്ലോ, പോയി അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് എല്ലാരും വീട്ടിൽ നടക്കണം. ഞാന് എന്താ പറയാ, ഞാൻ എന്റെ വീടും എന്റെ ഉമ്മാന്റെ വീടും തൊട്ടടുത്താണ്, ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഇമ്മ എന്തെയും ചീത്തറ എന്തെയും കാക്കത്തറത്തുനിന്ന് കുട്ടാട്ടുനിന്ന് കാക്കത്തറത്തേക്ക് വരും വെല്ലിമാനിരുന്ന്. വെല്ലിമ്മ അതേപോലെ ആണ്ടനെ ആട്ടും. എന്റെ കുട്ടി അവിടെ ഒറ്റക്കാണ്, ഇജ്ജ് എന്ത് വരവാ വന്നാണ് താത്ത നല്ല ചീത്തറിയും. എന്നിട്ട് അതേപോലെ കാണ്ടനോ തെറ്റിയ കാര്യമുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ഉമ്മാനോടക്ക് തെറ്റിപ്പോയി, അവിടെ കുറച്ച് നിന്നു, അത്രേ ഉള്ളൂ. കുറച്ച് നിന്ന് ഞാൻ എന്നാലേ പോയ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരും കേട്ടാ. വെല്ലിമാണ്ട പൊളിച്ച ചീത്തയല്ല.
വല്യമ്മ ഉമ്മ പാത്രം കഴിക്കാൻ ചോദിച്ചാൽ ഞങ്ങള് നോക്കി നിന്നാ പോലും എന്റെ കുട്ടിനെട്ടി ഇടങ്ങാറാക്കണടി നിങ്ങളൊക്കെ കൂടി ഇറങ്ങാണ് വല്യമ്മട്ട് കാണാൻ താത്താട് തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. ഏതായാലും ആള് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. വല്യമ്മ ആഹാരം വെളിച്ചായിക്കോട്ടെ, സന്തോഷം നൽകട്ടെ. ഇവിടം ഇന്നലത്തെ വിശേഷം സന്തോഷങ്ങളൊക്കെ അതേന്ന്. പിന്നെ ഞാനൊന്ന് ശരിക്കും എന്റെ സ്കൂളത്തെ ഗ്രൂപ്പില് മദർസിന്റെ ഗ്രൂപ്പുണ്ട്, എനിക്കൊന്നും തിരിഞ്ഞാ നോക്കല്. മെയിൻ്റെ ഫുൾ ഒരു മാനസിക രോഗിയായി മാറിയെന്ന്. ഭയങ്കര നമ്മളെ വീട് ഒരു കഥയെന്ന് ഒന്നും പറയാനില്ല. എന്തൊക്കെയാ അനുഭവിച്ചെന്ന് പറയാൻ പറ്റൂല. പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, കടിച്ചമർത്തിയിട്ട് ഇവളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇവളെ ഓരോരോ കാര്യങ്ങൾ തമാശയും കാര്യം പറഞ്ഞ് വെറുതെ ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ട് ചാടിക്കാൻ പോവാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോകാനൊക്കെ മാറ്റി മറിച്ച് എന്താ പറയാ ഒരു രോഗിയായിരുന്നു. എന്തോന്നറിയാ തുള്ളിച്ചാടണ്. അതെ. അപ്പൊ അങ്ങനൊക്കെ ഏതായാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ നമ്മളെ മോനുവിനെ ഇന്നാണ് വീഡിയോ എടുക്കണ. അപ്പൊ നാളെ കൊണ്ടുവരാൻ പോണം. ശനിയാഴ്ച കൊണ്ടുവരാൻ വീഡിയോ വരിക. അപ്പൊ രാവിലെ 9 മണിക്ക് പോവാണ്. 9 മണിക്ക് പോണം. എന്താണ് അവിടെ മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഉണ്ട്. ടൈം പിടിക്കുന്നറിഞ്ഞേ. എന്താണ് ഭവന ഫോണിലാണ് ഗ്രൂപ്പ്. എന്താ അത് തന്നെ അവിടെ മാതാപിതാക്കൾക്കുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് ഓട്ടോ വിളിച്ചുകൊണ്ട് വണ്ടി വിളിച്ചൊന്നും ആരും വരണ്ട, കുറച്ച് ടൈം പെട്ടെന്ന് പോകാൻ പറ്റൂല. വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടി ഉണ്ട്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പോരണം. പിന്നെ അവന്റെ ഡ്രസ്സുകൾ എന്തൊക്കെ കൊണ്ടുവരാണ്ട്. അപ്പോ പിന്നെ കുട്ടികളൊന്നും പോരുന്നില്ല, ഞങ്ങൾ പോണുള്ളൂ. ഞാനും ഭാവിയും ഉമ്മയും കൂടി പോണത് കൊണ്ടുവരാന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പൊക്കെ ഷെയർ ചെയ്ത് ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് മാറിക്കോട്ടെ. അതുകൊണ്ടാണ് നമ്മളന്ന് കുട്ടി പോയതൊക്കെ പറഞ്ഞല്ലേ പറയാന്ന് വെച്ചാലേ ചോദ്യം ഇങ്ങനെ വരികയാണേ. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലുള്ളതുകൊണ്ട് അവൻ എന്ത് എവിടെ പോയി നമ്മളെല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇടുന്നോണ്ട് സബ്സ്ക്രൈബേഴ്സിനുണ്ടാവും. ആ മോനെന്തിയെ ഇപ്പൊ എല്ലാവരും ചോദിക്കും, പൊന്നെന്തിയെ, കുട്ടി മോനെന്തിയെ, എല്ലാരെ പറ്റി അറിഞ്ഞോണ്ട് എല്ലാവരും ചോദിക്കും. അപ്പൊ അതിനുള്ള മറുപടി പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞത് പറയാൻ പാടില്ലെന്നായിപ്പോയി, നമ്മളത് ഒഴിവാക്കുകയും ചെയ്ത്. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ ഒരു പരിധി കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ പരിധി പറയുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചത് ഇവള് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഞാൻ ചിന്തിച്ച് ഇപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ അതിൽ ആരെങ്കിലൊക്കെ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ഇത് പറഞ്ഞത് കാരണം ഒരു പ്രശ്നമായി തോന്നി നമ്മളെ കുട്ടീനെ നമ്മളെ അടുത്തേക്ക് എത്തിക്കും, അല്ലെങ്കിൽ കുട്ടികളെ തിരിച്ചില്ലേ വരും. അപ്പൊ ഏതായാലും അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരോടും വേണ്ടി പറയാണ് സോറി. ആർക്കെങ്കിലും പിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും നല്ലതായിട്ട് പോണം, ഒത്തൊരുമിച്ച് പോണം. അതാണ് നമ്മുടെയൊക്കെ ആവശ്യം. അതിനുള്ള അവതാക്കട്ടെ. എപ്പോഴുള്ള ചിന്ത കുടുംബങ്ങളായിക്കോട്ടെ, അയൽവാസികളായിക്കോട്ടെ, തെറ്റുകാണുള്ള ജീവിതം നല്ലതല്ല. അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ? അപ്പൊ എന്താ പറയാ, ഇപ്പൊ കൂടുതലൊന്നും നീട്ടണില്ല. നാളെ ഞങ്ങള് മോനിന്റെ അടുത്തൊക്കെ പോണ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ ഇൻഷാ അല്ലാ. അവിടെ തോടും പാടൊക്കെ ഒന്നായിക്കണേ. പോകാൻ പറ്റുന്നൊരു എന്താ അവസ്ഥ, കയറാൻ പറ്റുമോ എന്താ വെച്ചാൽ മോനോടൊക്കെ ഓന്റെ പള്ളിക്കൊക്കെ പോണ ഒരു സൈഡിൽ കൂടെയുള്ള റോഡ് അടച്ചിരിക്കണം. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഈ റോഡിന്റെ അവസ്ഥ ഇതും നേരെ ചെല്ലുന്ന പാടത്തേക്കാണ്. നാളെ അവർക്ക് പോകാൻ പറ്റുന്നൊരു ഉറപ്പില്ല. എന്താ പറയാ, ചിലപ്പോ നടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇൻഷാല്ലാ എല്ലാവരും ഉറങ്ങിക്കണ്. ഇന്ന് രാത്രിയാണ് വീഡിയോ എടുക്കണേ കേട്ടാ. അപ്പൊ ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.